മുപ്പത്തിയൊന്നാം ദിവസം. ലക്ഷ്യബോധം, ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തൽ. നാം എന്തിനു വേണ്ടിയാണ് ഓരോ ദിവസവും ഉണരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലക്ഷ്യബോധം. ഇത് കേവലം ഒരു ജോലിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് ദിശ നൽകുന്ന ചാലകശക്തിയാണ്. ആത്മീയാടിസ്ഥാനം, ജെറമിയ പ്രവചനം 29 അധ്യായം 11 വാക്യം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ഒരു പ്രത്യേക ദൗത്യവുമായാണ് ജനിച്ചിരിക്കുന്നത് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കഴിവുകൾ ലോകത്തിൻ്റെ ആവശ്യങ്ങളുമായി എവിടെ സംഗമിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ വിളി. ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം മനോഹരമാകുന്നു. അല്പം മനഃശാസ്ത്രം. ലോഗോതെറാപ്പി. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവനക്കാരനുമായ വിക്ടർ ഫ്രാങ്കൽ വികസിപ്പിച്ചെടുത്ത ഒരാശയമാണിത്. അതിജീവനത്തിൻ്റെ കരുത്തിൻ്റെ ആശയം. ക്യാമ്പിലെ അതികഠിനമായ പീഡനങ്ങളിൽ തളരാതെ മുന്നോട്ടു പോയവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ബാക്കിയുണ്ടെന്ന് വിശ്വസിച്ചവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഇങ്ങനെയാണ്: മനുഷ്യന്റെ പ്രാഥമികമായ പ്രേരണ സന്തോഷം കണ്ടെത്തലല്ല, മറിച്ച് അർത്ഥം കണ്ടെത്തലാണ്. അർത്ഥമില്ലാത്ത ജീവിതമാണ് മാനസികമായ തളർച്ചയ്ക്ക് കാരണമാകുന്നത്. 2026 ലോകത്ത് ആളുകൾ കേവലം പണത്തിനപ്പുറം തങ്ങളുടെ ജോലികളിൽ ആത്മസംതൃപ്തിയും സാമൂഹ്യ പ്രതിബദ്ധതയും തേടുകയാണ്. ഇക്കിഗായി ജപ്പാനീസ് വാക്കാണ്. ഇഷ്ടപ്പെട്ട കാര്യം, കഴിവുള്ള കാര്യം, ലോകത്തിന് ആവശ്യമുള്ള കാര്യം, വരുമാനം ലഭിക്കുന്ന കാര്യം, ഇവ നാലും ഒത്തുചേരുന്ന ബിന്ദുവാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. ആധുനിക തൊഴിൽ ലോകത്ത് വലിയൊരു മാറ്റം ദൃശ്യമാണ്. ഇതിനെ ഗ്രേറ്റ് റിലൈൻമെന്റ് എന്ന് വിളിക്കുന്നു. ഉയർന്ന ശമ്പളമുള്ള കോർപ്പറേറ്റ് ജോലികൾ പലതും ഉപേക്ഷിച്ച് പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസം, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ മേഖലകളിലേക്ക് യുവതി യുവാക്കൾ വൻതോതിൽ മാറുന്നു. കേവലം പണമുണ്ടാക്കുന്നതിനേക്കാൾ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ് പുതിയ തലമുറ തങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത്? അത് മറ്റൊരാൾക്ക് എങ്ങനെയെങ്കിലും ഉപകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ചെറിയ കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ലക്ഷ്യബോധം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഒരു യാത്രയാണ്. വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞതുപോലെ ജീവിതം നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ ഉത്തരം നൽകുന്നതാണ് നമ്മുടെ ദൗത്യം. ലക്ഷ്യം വ്യക്തമാകുമ്പോൾ വഴികൾ താനെ തെളിയും. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് അറിയുന്നവന് എങ്ങനെ ജീവിക്കണം എന്നത് ഒരു പ്രശ്നമേ അല്ല. അതിന് ദൈവം സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.